നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2 ഗോളുകളുമായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ കിടിലൻ പ്രകടനം നടത്തിയപ്പോൾ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് പോർച്ചുഗൽ അയർലൻഡിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. കഴിഞ്ഞ കളിയിൽ ക്രൊയേഷ്യയോട് തോറ്റതാണ്. അന്ന് CR7 ഉണ്ടായിരുന്നില്ല. CR7 മടങ്ങിയെത്തി. പോർച്ചുഗൽ വിജയ വഴിയിലേക്ക് തിരിച്ചെത്തി. കളി കഴിഞ്ഞ ശേഷം റോബർട്ടോ മാർട്ടീനസ് പറഞ്ഞു, 2 വേൾഡ് ക്ലാസ് ഗോളുകളാണ് ക്രിസ്ത്യാനോ സമ്മാനിച്ചത്. അദ്ദേഹം ഈ പ്രായത്തിൽ നമ്മെ വിസ്മയിപ്പിക്കുകയാണ്. യൂറോ കപ്പിന് അദ്ദേഹം 100% റെഡിയായി കഴിഞ്ഞു എന്ന് കോച്ച് പറയുന്നു. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇന്നലത്തെ മത്സരം കാണുമ്പോൾ ആരാധകർക്കും ഫീൽ ചെയ്യുന്നത്. ക്രിസ്ത്യാനോ 100% യൂറോ കപ്പിനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ 2 ഗോളുകൾ കൂടാതെ ജാവോ ഫെലിക്സിന്റെ ഒരു ഗോൾ കൂടി വന്നപ്പോൾ 3-0 വിജയമാണ് പോർച്ചുഗൽ നേടിയിരിക്കുന്നത്. ഏതായാലും പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതി അത്ര മികച്ച രൂപത്തിലായിരുന്നില്ല. രണ്ടാം പകുതി ആവട്ടെ വളരെയധികം മികച്ച രൂപത്തിൽ അവർ കളിക്കുകയും ചെയ്തു. മത്സരത്തിൽ പോർച്ചുഗലിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം റാഫേൽ ലിയാവോ, ജാവോ ഫെലിക്സ് എന്നിവരൊക്കെയാണ് ഇറങ്ങിയത്. കളിയുടെ 18-ാമത്തെ മിനിറ്റിലാണ് ജാവോ ഫെലിക്സിലൂടെ പോർച്ചുഗൽ ലീഡ് എടുക്കുന്നത്. തുടർന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ മികച്ച രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും ഗോളുകൾ വന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു ഫ്രീ കിക്ക് പോസ്റ്റിലടിച്ച് പോകുന്നതും നമ്മൾ കണ്ടു. ഏതായാലും ഏകപക്ഷീയമായ ഒരു ഗോളിന്റെ ലീഡുമായിട്ട് ആദ്യ പകുതി അവസാനിപ്പിച്ച പോർച്ചുഗല് രണ്ടാം പകുതിയിൽ ക്രിസ്ത്യാനോയുടെ 2 ഗോളുകൾ, റൂബൻ നെവസിന്റെ ഒരു സൂപ്പർ പാസിൽ നിന്ന് മനോഹരമായിട്ട് പന്ത് വലയിലേക്ക് അടിച്ചു കയറ്റിയ ക്രിസ്ത്യാനോ റൊണാൾഡോ 50-ാമത്തെ മിനിറ്റിൽ അവരുടെ ലീഡ് 2-0 എന്ന രൂപത്തിലേക്ക് വർദ്ധിപ്പിച്ചു. തുടർന്ന് 60-ാമത്തെ മിനിറ്റിൽ ജോട്ടയുടെ അസിസ്റ്റിൽ നിന്ന് ഒരിക്കൽ കൂടി ക്രിസ്ത്യാനോ റൊണാൾഡോ പന്ത് വലയിലേക്ക് എത്തിച്ചപ്പോൾ 3-0 തകർപ്പൻ ജയമാണ് പോർച്ചുഗൽ സ്വന്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മികവിൽ തന്നെയാണ് പോർച്ചുഗൽ വിജയ വഴിയിലേക്ക് തിരികെ എത്തിയിരിക്കുന്നത്. ഇനി അവർ ജർമ്മനിയിലേക്ക് പറക്കുകയാണ്. ജർമ്മനിയിൽ യൂറോ കപ്പിൽ ജൂൺ 18-നാണ് അവരുടെ മത്സരം. ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ 19-ന് 12:30 AM അവർ ചെക്ക് റിപ്പബ്ലിക്കിനെ നേരിടുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.